സുഹൃത്തുക്കളെ, നന്ദഗോവിന്ദൻ ഭജൻസ് ഒന്നുമല്ല കേട്ടോ. ആ രീതിയിൽ നിങ്ങൾ ഇതിനെ കാണുകയേ വേണ്ട എന്ന് ഞാൻ പറയട്ടെ. ഇത് ഒരു പക്ഷേ നന്ദഗോവിന്ദൻ ഭജൻസ് അതിൻ്റെ ആ ഒരു പൊലിമ, അതിൻ്റെ ഒരു വേഷവിധാനം, അതിൻ്റെ ഒരു അറേഞ്ച്മെന്റ്സ് ഒന്നും ഇല്ലാതെ തന്നെ മുഖത്തൊരു മരം കൊണ്ടുണ്ടാക്കിയ ഒരു മുഖം മൂടി അണിഞ്ഞ് ഒരു വൈകുന്നേരം ഒരു 8 മണിക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം മിക്കവാറും ഒരു ഉച്ച വരെ നിന്ന് തമാശ പറയുകയും നിന്ന് കഥ പറയുകയും ആളുകളെ മുഴുവൻ ഒരു ത്രസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും പാട്ടുപാടി ആനന്ദിപ്പിക്കുകയും ചെയ്യുന്നൊരു വേഷമുണ്ട്. മലവാഴി എന്ന് പറയും. നിങ്ങൾ എത്ര പേര് ഈ മലവാഴിയാട്ടം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ തന്നെ ഈ ചാനൽ ഞാൻ മലവാഴി എന്ന് പറഞ്ഞ പേരിൽ മലവാഴിയാട്ടത്തിൻ്റെ ഒരു ചരിത്രം ഇട്ടിട്ടുണ്ട്. ഐതിഹ്യമൊക്കെ ആയിട്ട് കൂടിക്കലർന്ന് കിടക്കുന്ന, ചരിത്രം എന്ന് പറയാൻ പറ്റില്ല, ഐതിഹ്യമായി കൂട്ടിക്കലർന്ന് കഥയൊക്കെ ആയിട്ട് കൂടിക്കലർന്ന് കിടക്കുന്ന ഒരു സംഭവമാണ്. കേൾക്കാൻ നിങ്ങൾക്ക് ബോറാവില്ല. ഇതിനെപ്പറ്റി ഏകദേശം ധാരണയൊക്കെ കിട്ടും. ഒരു പഴയൊരു സംഗതിയൊക്കെ ബന്ധപ്പെട്ടാണ്. കല്ലടിക്കോട്ടത്താണ് ഈ മലവാഴിയൊക്കെ വന്നെന്നൊക്കെ പറയാറുണ്ട്. അതിനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പാട്ടുകൾ, കല്ലടിക്കോട് മല നല്ലൊരു മലയാണേ, എൻ്റെ പാപ്പൻ കൊണ്ടുവന്ന താരാരി താരാരി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഒരു സ്റ്റൈൽ പാട്ടുകളൊക്കെ ഉണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലൊരു പകുതി ബ്ലാക്ക് ആയിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്, ക്ഷമിക്കുക. ഇന്നത്തേക്ക് നിങ്ങൾ ക്ഷമിക്കുക. ഇവിടെ ഈ ഒരു മലവാഴി പാടുന്ന ഒരു പാട്ട് എനിക്ക് ഭയങ്കര രസമായി തോന്നിപ്പോയി. എന്തുകൊണ്ട് രസമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം അങ്ങനെ ഒരു പ്രൊഫഷണൽ സിംഗർ ഒന്നല്ല. ആളുകളെ ആനന്ദിപ്പിക്കാൻ വേണ്ടി മാത്രം ഇത്തരം പരിപാടിക്കിടയ്ക്ക് പല വിധത്തിൽ പാട്ടുകളൊക്കെ പാടുന്ന ഒരാളാണ് ഈ മലവാഴി. ആ മലവാഴിയുടെ ഒരു ഗംഭീര പാട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ തോന്നി. നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല. എന്തായാലും എനിക്ക് ഈ വ്യക്തിയെ അറിയണം, അല്ലെങ്കിൽ നമ്മൾക്ക് ഈ വ്യക്തി അറിയണം. ഈ വ്യക്തി പുറത്തേക്ക് നല്ല പാട്ടുകാരൻ തന്നെ ആയിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. എന്ന് കേട്ടുനോക്കൂ. പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും തീരത്തോടാണോ. ഇത് ആണ് മലവാഴി. ഇദ്ദേഹത്തിന്റെ തമാശകളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്തൊന്ന് കാണുക. ഒരു രക്ഷയില്ല. കേരളത്തിൽ ഈ പറയാർ എന്ന് പറയപ്പെടുന്ന ആ ഒരു സമുദായത്തിലാണ് ഈ ഒരു വേഷം കെട്ടലുകളും ഇവരുടെ കളികളും ആട്ടമൊക്കെ ഉണ്ടാവുന്നത്. മലവാഴിയാട്ടം എന്നാ പറയുക. ഏതൊരു കളിയോ വേഷം കെട്ടലൊന്നുമല്ല, അവരുടെ ആചാരത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ. ഇവരെ തറവാട്ട് ഉത്സവങ്ങൾക്കാണ് പലപ്പോഴും ഇങ്ങനെ മലവാഴി ആട്ടമൊക്കെ ഉണ്ടായിരിക്കുക. അല്ലാതെ മറ്റു പൂരങ്ങൾക്കും നമ്മൾ ഈ മലവാഴി ആട്ടത്തെ കാണാറില്ല. സംഗതി ഒക്കെ അവിടെ കിടക്കട്ടെ. ഈ മലവാഴി ആട്ടത്തിൽ നിന്ന് ഞാൻ ഇനി നന്ദഗോവിന്ദ ഭജൻസിലേക്ക് തന്നെയാണ് വരുന്നത്. ഇനി നന്ദഗോവിന്ദ ഭജൻസിനെ നിങ്ങളൊന്ന് കേൾക്കണം. ഈ അടുത്ത് പ്രശ്നമായ ഒരു പാട്ടാണ്, ക്രിസ്ത്യൻസിന്റെ ഒരു പാട്ടാണ്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഈ ഒരു പാട്ടാണ് സത്യം പറഞ്ഞ വലിയ പ്രശ്നം ഉണ്ടാക്കിയത്. ഹിന്ദുക്കളെ പാട്ട് മാത്രമേ പാടാൻ പാടുള്ളൂ, ക്രിസ്ത്യൻസിന്റെ പാട്ട് മാത്രമേ പാടാൻ പാടുകയുള്ളൂ എന്ന് പറയുന്ന രീതിയിൽ ഹിന്ദുക്കളുടെ മുഴുവൻ അട്ടിപ്പേരവകാശവും എനിക്കാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ചില കെപിമാര് അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇതിപ്പോ ഒരു ഹിന്ദുവാണ്
ഒരു ക്രിസ്ത്യൻസിൻ്റെ പാട്ട് പാടുന്നത് എന്ന് വയ്ക്കാം. ഇനി നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരുന്നത് ഒരു മുസ്ലിം. ഇവരെ നിങ്ങൾക്ക് അല്ലംപോലെ അറിയാം, ഈ മുസ്ലിമുകളെ. അങ്ങനെ പറയാൻ കാരണം ഇവർ റാസ റിസ് എന്ന് പറയും. ഇപ്പം രണ്ടുപേരും പിരിഞ്ഞ് ജീവിക്കുകയാണ്. അതവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. സോറി, അത് പറയാനേ പാടില്ലായിരുന്നു. ഐ എം സോ സോറി. എന്തായാലും രണ്ടുപേരും ഹാപ്പിയായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിലത്തെ ആ ഒരു റാസേനെ ഒന്നുണ്ട് ഇവരുടെ പേര്, ബീഗം തൻ്റെ മോളുമായി പാടുന്നൊരു പാട്ടാണ്. ഒരു വിഷു ആശംസയാണ്. മോൾക്ക് തട്ടി കൊടുക്കേണ്ടി വന്നു. എന്തോ ഇവര് പാട്ടുപാടിയ ആ ഒരു ദിവസം KP ശശികലമാർക്ക് അതൊരു വർഗീയപരമായിട്ട് അന്ന് അവർക്ക് ചിന്ത പോയില്ല തോന്നുന്നുണ്ട് കേട്ടോ. അന്ന് അവർക്കത് പോയിരുന്നുവെങ്കിൽ ഇത് പ്രശ്നമാക്കിയേനെ. ഇസ്ലാമിലെ ചില ആളുകളെല്ലാം എന്തിനാണ് മുസ്ലിങ്ങൾ ഇങ്ങനെ ഹിന്ദുക്കളുടെ പാട്ടൊക്കെ പാടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അന്നും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു. സോ നമ്മുടെ മതങ്ങളിലെല്ലാം ഇത്തരത്തിൽ ചില വിഷങ്ങളുണ്ട്. അത്തരം വിഷങ്ങളെയാണ് നമ്മൾ എടുത്ത് മാറ്റി വെക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ വേണമെങ്കിൽ പറയാം, 2 മുസ്ലിങ്ങൾ ഒരു ഹിന്ദുവിൻ്റെ പാട്ട് പാടുന്നു. എന്തെങ്കിലും പ്രശ്നം പറ്റിയോ? ഇത് എത്ര വർഷം മുമ്പ് പാടിയെന്നറിയാവോ? എന്തെങ്കിലും എവിടെയെങ്കിലും പ്രശ്നം പറ്റിയോ? ആരെങ്കിലും ഇതിന് ഭാഗമായിട്ട് ഈ ഭൂമിയിൽ ഏതെങ്കിലും ദൈവങ്ങളൊക്കെ ഇവിടുന്ന് ഒളിച്ചോടിപ്പോയോ? ഒന്നും ഉണ്ടായില്ലല്ലോ. എല്ലാവരും ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഇനി ഒരു പള്ളിയച്ഛൻ്റെ പാട്ടാ. എങ്ങനെയുണ്ട്? പള്ളിയച്ഛൻ പാടുന്നത് ഒരു മാപ്പിളപ്പാട്ടാണെന്നേ, ഒരു മാപ്പിളപ്പാട്ടാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു അന്ന്? ഇതും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു പാട്ടാണ്. വല്ലവർക്കും വല്ല പ്രശ്നം ഉണ്ടായോ? അറ്റ്ലീസ്റ്റ് ക്രിസ്ത്യൻസ് തന്നെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിയോ? ഒന്നും ഉണ്ടായില്ലല്ലോ. പിന്നെ എന്നാത്തിനാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇനി ഞാൻ ആദ്യം കാണിച്ചു തന്ന ആ ഒരു പാട്ടും നന്ദഗോവിന്ദം പാട്ടിലേക്ക് കിടക്കാം. നന്ദഗോവിന്ദം പാട്ടുകാർ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏകദേശം അതിന് തത്തുല്യമായ രീതിയിൽ പാടാൻ കഴിയുന്ന ഈ പറയ വിഭാഗത്തിലൊക്കെ പെട്ട ഇത്തരം കലാകാരന്മാരിപ്പോഴും എവിടെയും എത്താതെ രാവ് പകലാക്കി ഉറക്കമുളച്ച് ചില്ലറ കുറച്ച് രൂപയ്ക്കും മറ്റുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം? ബൈ.